അഡ്വക്കേറ്റ് ലാൽകുമാർ, ഈ പറഞ്ഞത് സാങ്കേതികമായി വാദത്തിന് ശരിയാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷേ അദ്ദേഹം തന്നെ പറഞ്ഞ അടിയന്തര സ്വഭാവം കണ്ടുകൊണ്ട് അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്ത ഒരു വ്യക്തി, അതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾ നിരന്തരം നടന്നു വരുന്ന സാഹചര്യം, ഒരു ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ചർച്ചകൾക്കില്ല എന്ന് പരസ്യമായി പറഞ്ഞ് നിൽക്കേണ്ടി വരുന്നു പ്രതിപക്ഷ നേതാവിന്. അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിൻ്റെ, ഈ പ്രശ്നത്തിൻ്റെ ഗൗരവത്തിനനുസരിച്ച് ഇതിൽ പ്രതികരിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ അപാകതയുണ്ടോ? അതോ സാങ്കേതികവാദത്തോടെ ഇനിയും സമയമുണ്ടല്ലോ? ശരി, സമയമുണ്ട്. പക്ഷേ പലതരത്തിലും ആ നടപടിയുമായി ബന്ധപ്പെട്ട വിമർശനം നിൽക്കുമ്പോൾ വിമർശനം ഒഴിവാക്കാൻ വേഗതയിൽ നേതൃത്വത്തിന് പെരുമാറാമായിരുന്നില്ലേ? അവരുടെ തീരുമാനം സതുദ്ദേശപരമാണ് എന്ന് കൂടുതൽ തെളിയിക്കാമായിരുന്നില്ലേ? ആ നിലയിൽ പെരുമാറിയില്ലല്ലോ. ഇതല്ലേ ഉള്ളൂ എൻ്റെ ചോദ്യം. ആ ചോദ്യം ഏതെങ്കിലും തരത്തിൽ മണ്ടത്തരമാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇനി പോട്ടെ, രണ്ടാമത്തൊരു വിഷയം കൂടി ലാൽകുമാറിൻ്റെ മുമ്പിലേക്ക്. ലാൽകുമാർ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പത്രങ്ങളിൽ വായിച്ചു, ചാനലുകളിൽ കണ്ടു, ഓൺലൈനുകളിൽ കണ്ടു. ഈ വാർത്തകളിൽ എവിടെയെങ്കിലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ, അതേ ഒരു KPCC അംഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, സസ്പെൻഡ് ചെയ്തു, അത് ശ്രീകുമാർ പറഞ്ഞാൽ അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു, അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്താക്കുറിപ്പ് ഈ വാർത്തകൾക്കൊപ്പം എവിടെയെങ്കിലും ഒരു 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 ചിത്രമായിട്ടോ ഒരു പകർപ്പായിട്ടോ ഏതെങ്കിലും വാർത്തകളിൽ കണ്ടതായി താങ്കൾ ഓർക്കുന്നുണ്ടോ? അല്ല, ഇത് ശ്രീകുമാരേട്ടന് ഒരു ഗ്രേ ഏരിയയെ യൂസ് ചെയ്യുകയോ മിസ്യൂസ് ചെയ്യുകയോ ചെയ്ത പോലാണ് എനിക്ക് തോന്നുന്നത്. ഇവർ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നതിന്റെ ഡ്യൂറേഷൻ വെച്ചിട്ടില്ല. അനിശ്ചിതകാലം എന്നുള്ള കാര്യം, അല്ലെ ഇൻഡെഫിനിറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ വന്നിട്ടില്ല. ഇൻഡെഫിനിറ്റ് എന്ന വാക്ക് വന്നാലേ അത് ഇൻഡെഫിനിറ്റ് ആകൂ. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നോക്കൂ, നിങ്ങൾക്ക് ഭരണഘടനയ്ക്ക് പുറത്തു നിന്ന് കോൺഗ്രസിന് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ഫ്രെയിംവർക്കിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ഇൻഡെഫിനിറ്റ് ആയിട്ട് ഒരാളെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ സസ്പെൻഷൻ ഓർഡറിനകത്ത് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണെന്ന് പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഞാനിത് കഴിഞ്ഞ ദിവസം മറ്റൊരു മാധ്യമപ്രവർത്തകൻ ഒരാൾ ഇതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുന്നത് കാണുകയും ചെയ്തു. ഒരു മാസത്തേക്ക് മാത്രമേ അല്ലെങ്കിൽ ഇതാകത്തുള്ളൂ, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പീരീഡ് പറഞ്ഞിട്ടില്ല എങ്കിൽ കോൺഗ്രസിന്റെ ഭരണഘടന പ്രകാരം തന്നെ ഒരു മാസത്തേക്ക് മാത്രമേ സസ്പെൻഷൻ ആകൂ. മേ ബി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കാം, അതവിടെ നിൽക്കട്ടെ. അതല്ലല്ലോ, ഇതിനൊക്കെ ഉപരി വേറൊരു കാര്യമുണ്ട്. കേരളത്തിൽ ഈ ചർച്ചകൾക്കെല്ലാം വരുന്ന ആൾക്കാർ, കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും കോൺഗ്രസിന്റെ ആൾക്കാരും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി പോലും ഇല്ലല്ലോ. അത് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവർ സസ്പെൻഡ് ചെയ്യുന്നു. ആ സസ്പെൻഡ് ചെയ്ത ശേഷം ഇവരാരും ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നുമില്ല. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവർ ഡിസോൺ ചെയ്തല്ലോ. അവർ ഡിസോൺ ചെയ്തതാണെങ്കിൽ എന്തിനാണ് ഇവർ പരാതിയൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ ന്യായീകരണം മുന്നോട്ട് വെച്ചത്? അതൊരു ചോദ്യമല്ലേ? ഇവിടെ സംഭവം ഇത്രേ ഉള്ളൂ. എനിക്ക് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. ഇതിനകത്ത് ഞാൻ പറയുന്നത് ഇതൊരു ധാർമ്മികതയുടെ ഒരു പ്രശ്നമാണ്. ഹലോ, കേൾക്കാം. വേറെ ആരോ സംസാരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് പ്രശ്നം, ഇതൊരു പൊളിറ്റിക്കൽ ശ്രീമാറിയേട്ടനോട് എനിക്ക് പറയാനുള്ളത്, ഇതൊരു പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ ഒരു പ്രശ്നമാണ്. ആ പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്താണ്? നിങ്ങൾ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്ന നടപടി തന്നെ സത്യത്തിൽ ഇനഫ് അല്ല, ആഡിക്വേറ്റ് അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രാഥമിക മെമ്പർഷിപ്പിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കണമായിരുന്നു. ഈ പുറത്താക്കാത്ത ഈ നോക്കൂ, സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും ആ ഭരണഘടന ബാധകമാണ് അല്ലേ? സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ആ ഫ്രെയിംവർക്കിൽ നിന്ന് അദ്ദേഹം പുറത്തു പോകുന്നില്ല. അതേ സ്ഥാനത്ത് അദ്ദേഹത്തെ പിരിച്ചുവിട്ടാൽ മാത്രമേ, അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കുന്ന ഒരു അവസ്ഥ മാത്രം വന്നാലേ അദ്ദേഹം ആ ഭരണഘടനയുടെ സ്കോപ്പിൽ നിന്ന് അദ്ദേഹം പുറത്തു പോകുന്നുള്ളൂ. ഇന്നിപ്പം കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം അദ്ദേഹം നടത്തുകയാണെങ്കിൽ സസ്പെൻഡ് ചെയ്ത ആളാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒഴിവാക്കാൻ പറ്റും? അല്ല, നടപടി അടുത്ത് വരും. എന്തുകൊണ്ട് നടപടി അടുത്തത് എടുക്കാൻ പറ്റും? ഇപ്പൊ സസ്പെൻഡ് ചെയ്യപ്പെട്ട് നിൽക്കുന്ന ഒരാളെ ഞാനത് വ്യക്തമാക്കി പറഞ്ഞുതരാം. സസ്പെൻഡ് ചെയ്ത് വെക്കുന്ന ആളെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവർക്ക് നാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമോ? പറ്റും. കാര്യം എന്താ? അതിനെക്കാട്ടിലും വലിയ നടപടിയാണ് പുറത്താക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ പുറത്താക്കാൻ പറ്റുമെങ്കിൽ അതിന്റെ അർത്ഥം ഇപ്പൊ എടുത്തിരിക്കുന്ന നടപടി ഇനഫ് അല്ല എന്നാണ്. കോൺഗ്രസിന് ഇദ്ദേഹത്തിന്റെ മണ്ടയ്ക്ക് ഒരു കൺട്രോൾ ഉള്ളത് കൊണ്ടാണ് അടുത്ത നടപടി കോൺഗ്രസിന്റെ ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തി തന്നെ ഇയാൾക്കെതിരെ എടുക്കാൻ പറ്റുന്നത്. ആ വിഷയം, ഈ സസ്പെൻഡ് ചെയ്ത വിഷയം ഇവര് സ്പീക്കറിനെ അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നതാണ് അതിന്റെ പൊളിറ്റിക്കൽ മൊറാലിറ്റി. നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞാലേ നിയമസഭ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചേർത്താൽ മതി, അത് ശരിയാണ്, കറക്റ്റാണ്. പക്ഷെ നിങ്ങൾ എടുത്ത ഈ തീരുമാനത്തിന് എത്ര ശക്തിയോടുകൂടിയാണ് നിങ്ങൾ ഇത് എടുത്തത്, നിങ്ങൾ എത്രമാത്രം അത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ള ചോദ്യം, നിങ്ങൾ എത്രമാത്രം ഉൾക്കൊണ്ടുകൊണ്ടാണ് അത് എടുത്തിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് മറുപടി അത് കുറഞ്ഞു പോകുന്നു, അതിന്റെ സ്കെയിൽ കുറയുന്നു, അതിന്റെ ഇന്റൻസിറ്റി കുറയുന്നു എന്ന് പറയാൻ കാരണം ഈ തീരുമാനം ഇത് മാത്രമല്ല, ഇത്
ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിൽ കൊടുക്കുന്ന ന്യായീകരണങ്ങളും കൂടെ ചേർത്താണ് അതിനെ തീർച്ചയായും. വായിക്കുന്നത്. അതായത് പല വിമർശനങ്ങൾ ഉയരുമ്പോൾ ആ വിമർശനങ്ങൾക്കൊക്കെ മറുപടി പറയുമ്പോൾ തന്നെ അതിനെ ശരിവെക്കാൻ കഴിയുന്ന, ബലപ്പെടുത്താൻ കഴിയുമായിരുന്നു. സ്പീക്കർ ഇന്ന് ഇത് പറയുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ അങ്ങനെയും ചെയ്തിട്ടുണ്ട് എന്ന് ചർച്ചകളിൽ തിരിച്ചായിരുന്നുവെങ്കിൽ ആലോചിച്ച് നോക്കൂ. കത്ത് കൊടുത്തിരുന്നെങ്കിൽ എൻ ശ്രീകുമാർ തന്നെ ഇവിടെ ഇരുന്ന് പറയുമായിരുന്നു. എന്തൊക്കെയായിരുന്നു ശരത്തെ നിങ്ങളും ഈ ചർച്ചയിൽ വരുന്ന ആളുകളും കൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്? കോൺഗ്രസ് പാർട്ടി എത്ര ധീരമായി അനിശ്ചിതകാലത്തേക്ക് പുറത്താക്കി ഉടൻ തന്നെ കത്ത് കൊടുത്തില്ലേ, ഞങ്ങൾക്ക് ഇനിയും സമയമുണ്ടായിരുന്നല്ലോ, സഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് കൊടുത്താൽ പോരെ, പക്ഷേ എത്ര നേരത്തെ കൊടുത്തു, അതാണ് ശരത്തെ ഈ പാർട്ടി എന്ന് ശ്രീകുമാർ ഇതുപോലെ തന്നെ എന്നോട് പറഞ്ഞു തന്നേനെ. പക്ഷേ അത് പറയാൻ താങ്കൾക്ക് ഇനി ചർച്ചയിൽ കഴിയുന്നില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതൊരു മണ്ടത്തരമായി താങ്കൾക്ക് തോന്നുമായിരിക്കും, എനിക്കൊന്നും അതിൽ ചെയ്യാനുമില്ല.